ഞാനിന്ന് ദുബായിലാണ്. ദുബായിലെ ഒട്ടനവധി വ്യവസായ സംരംഭകരായ മലയാളികളെ നാം ഇതിനകം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഫുഡ് സപ്ലൈ രംഗത്ത് 11 രാജ്യങ്ങളിലായി വ്യാപാര ശൃംഖല ഇൻ്റർനാഷണൽ മാർക്കറ്റാക്കി മാറ്റിയ ഒരു വ്യവസായിയാണ്. ഒരു ഷോർട്ട് ടൈം കൊണ്ട് ബിസിനസ് രംഗത്ത് ഒരാളുടെ പിറകിലോട്ട് തന്നെ ആ ബിസിനസ് സംരംഭത്തിന് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാതെ മറ്റൊരു ഐഡിയ, ഒരു വ്യത്യസ്തമായ ബിസിനസ് ശൃംഖലയ്ക്ക് രൂപം കൊടുത്ത ഇഫ്ട്രയുടെ ഡയറക്ടർ ശ്രീ മനോജ് ശ്രീകണ്ഠ. അദ്ദേഹമാണെന്ന് ഞങ്ങളുടെ അതിഥി. കൊല്ലം സ്വദേശിയാണ്, കൊല്ലം ചവറ സ്വദേശിയാണ്. 2008 ദുബായിൽ വരികയും ബിസിനസ് രംഗത്ത് 11 രാജ്യങ്ങളിലായി ബിസിനസ് ശൃംഖല വിപുലീകരിച്ച അദ്ദേഹം ഇന്ന് മെഡിക്കൽ ഇൻഡസ്ട്രിയിലും കാൽവയ്പ് തുടങ്ങിക്കഴിഞ്ഞു. അമല ഹോൾഡിങ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം. അമല മെഡിക്കൽ സെൻറ്റർ അൽക്കൂസിലെ ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റ് അൽക്കോർ ബിൽഡിങ്ങിലാണ് അമല മെഡിക്കൽ സെൻറ്റർ. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഇൻഡസ്ട്രിയുടെ ആദ്യത്തെ സംരംഭമാണ്. ഇനിയിപ്പോൾ ബർദുബായിൽ വേറൊരു മെഡിക്കൽ ഇൻഡസ്ട്രി ആരംഭിക്കുവാൻ പോവുകയാണ്. അങ്ങനെ ഒട്ടനവധി ബിസിനസ് സംരംഭത്തിന് തുടക്കമേകിക്കൊണ്ടു പോകുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് കുറച്ചു നേരം പോകാം. അതിനു മുമ്പ് ശ്രീ മനോജ് ശ്രീകണ്ഠ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നന്ദി. നേരത്തെ പറഞ്ഞു, കാരണം ഒരു വ്യത്യസ്തമായ ബിസിനസ് ശൈലി അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പലപ്പോഴും ഒരാളൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ അതേപോലത്തെ സൂപ്പർ മാർക്കറ്റ്, ഒരാളൊരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ പോയാൽ അതേപോലെ ഹോട്ടൽ ഇൻഡസ്ട്രി, ഒരാൾ പുട്ടുകച്ചവടം തുടങ്ങിയാൽ അത് തന്നെ ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ മലയാളികളുടെ ശൈലി. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഫുഡ് സപ്ലൈ രംഗത്ത് വളരെ വ്യത്യസ്തമായ ശൈലി, അതൊരു പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അതിൻ്റെ സപ്ലൈ രംഗത്തായിക്കോട്ടെ, അതിൻ്റെ പ്രോസസ്സിങ് രംഗത്തായിക്കോട്ടെ, എല്ലാത്തിനും ഒരു പുത്തൻ ശൈലി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ആശയം അത് എവിടെ നിന്നാണ് കിട്ടിയത്? 2 കാര്യങ്ങളാണ് അതിൻ്റെ പറയിലുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ വ്യവസായ രംഗത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വളരെ നല്ല ഒരു അന്തർദേശീയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഡിഗ്രി ഞാൻ എടുത്തത് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നാണ് എൻ്റെ ബിരുദം ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് മാസങ്ങൾ മാത്രമേ ഞാൻ ഇന്ത്യയിൽ ജോലി ചെയ്തുള്ളെങ്കിലും അപ്പോൾ എനിക്കൊരു അവസരം കിട്ടി. ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ജോയിൻ ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടി. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 5 വർഷത്തോളം ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവർക്ക് വേണ്ടി ട്രാവൽ ചെയ്തു, ജോലിയുടെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്തു. പക്ഷേ ആ സമയത്ത് ഞാൻ ഒരു MBA ഡിഗ്രിക്ക് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടിയാൽ മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തീരുമാനം. അങ്ങനെ ഏകദേശം 5 വർഷത്തോളം ലോകത്തുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയെങ്കിലും ഞാൻ കുറേ കൂടെ നന്നാവട്ടെ അങ്ങനെ നോക്കിയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദ്, ഇന്ത്യയിലെ നമ്പർ 1 മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, എനിക്ക് 2007 അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ 2006 എനിക്ക് അഡ്മിഷൻ ആവുന്നത്. അപ്പോൾ IIM ചെന്നിട്ട് അവിടുത്തെ കോഴ്സും ഞാൻ അവിടുത്തെ ഒരു എൻ്റർപ്രണർഷിപ്പ് സെപ്പറേറ്റ് ഒരു ഡിവിഷനുണ്ട്. അപ്പോൾ എൻ്റർപ്രണർഷിപ്പ് ക്ലബ്ബിൽ മെമ്പറായിരുന്നു. എൻ്റെ മെൻറ്ററായിട്ടുണ്ടായിരുന്ന പ്രൊഫസർ സുനിൽ ഹാണ്ട, ഇന്ത്യയിൽ വളരെ പ്രശസ്തനായൊരു പ്രൊഫസറാണ്. Naukri.com പോലെയുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇന്ത്യ കമ്പനികളുടെയൊക്കെ മെൻറ്ററായിട്ട് ഉണ്ടായിരുന്ന പ്രൊഫസറായിരുന്നു എൻ്റെ മെൻറ്ററായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ മുമ്പേ അവിടെ പഠിച്ചിറങ്ങി ഇന്ത്യയിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് കാണാനും പരിചയപ്പെടാനും എങ്ങനെ ബിസിനസ്സിലേക്ക് പോകണം, എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വളരെ ക്ലിയർ ആയിട്ടൊരു അഭിപ്രായം, പിന്നെ ഒരു IIM-ൻ്റെ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും IIM-ൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ IIM കഴിഞ്ഞ ആ വർഷം തന്നെ പിന്നെ എനിക്ക് 2007 ഞാൻ IIM കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2007
പിന്നെ തന്നെ തുടങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും നമുക്ക് ഞാൻ വളരെ ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാനുള്ള കൈ മുതൽ വളരെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതി കുറവായതുകൊണ്ട് ആ വർഷം ഞാൻ തുടങ്ങിയില്ല. പക്ഷേ ആ വർഷം തന്നെ ഞാനൊരു ബിസിനസ് മോഡൽ ഇന്ത്യയിൽ നമ്മുടെ സീ ഫുഡും മീറ്റ് പ്രോഡക്ട്സും ഒക്കെ മോഡേൺ റീറ്റെയിൽ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചൊരു കൺസെപ്റ്റ്, ഒരു ബിസിനസ് കൺസെപ്റ്റ് ഞാൻ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഈ ബിസിനസ് കൺസെപ്റ്റിന് നല്ല മീഡിയ അട്രാക്ഷൻ അന്ന് കിട്ടിയിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള പിന്നെ ന്യൂസ് പേപ്പറുകൾ അതിനെക്കുറിച്ചിട്ട് ആർട്ടിക്കിൾ വന്നിരുന്നു. അതിൻ്റെ പ്രത്യേകത, ആ ബിസിനസ് ഐഡിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ IIM അഹമ്മദാബാദിൽ പഠിക്കുമ്പം അഹമ്മദാബാദിൽ ഒരുപാട് വേറെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. പിന്നെ മുദ്ര കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, ഇതെല്ലാം അഹമ്മദാബാദിലാണ്. IIM പഠിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഇലക്റ്റീവ് കോഴ്സുകൾ ചെയ്യാനുള്ളൊരു അവസരം കിട്ടും. അങ്ങനെ ഞാൻ ആ പിന്നെ റീറ്റെയിൽ ചെയിൻ ചെയ്തത്, എൻ്റെ കൺസെപ്റ്റ് ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ നിന്നുള്ള ഇൻപുട്ട് ഡിസൈനിലും മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഐഡിയാസ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയിലും IIMൻ്റെ ബിസിനസ് കൺസെപ്റ്റും വെച്ചിട്ടാണ് ഇത് സംയോജിച്ചിട്ടാണ് ഈ ഒരു ബിസിനസ് ഐഡിയ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ RP Goenka ഗ്രൂപ്പ് ഇന്ത്യയിൽ അന്ന് റീറ്റെയിൽ വിപ്ലവം നടക്കുന്ന സമയമാണ്. 2007 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റീറ്റെയിൽ ചെയിനുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരേ സമയം എനിക്ക് RP Goenka ഗ്രൂപ്പിൽ നിന്നും വേറെ പല ഇന്ത്യയിലത്തെ പ്രശസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്നും ഒരു ക്ഷണം കിട്ടുകയുണ്ടായി അവരുടെ ഒപ്പം ജോയിൻ ചെയ്യാനായിട്ട്. ഞാൻ അവസാനം RP Goenka ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്തത്. അങ്ങനെ ഒരു വർഷത്തോളം ഞാൻ അന്ന് അവർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആണ് എനിക്ക് താല്പര്യം. പക്ഷേ സാമ്പത്തികമായിട്ട് കുറച്ച് എനിക്കിവിടെ മുമ്പോട്ട് പോകാനുള്ളത് കൊണ്ട് ഒരു വർഷം നിങ്ങളുടെ ഒപ്പം നിന്നിട്ട് ഈ ഒരു കൺസെപ്റ്റ് റോൾ ഔട്ട് ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ RPGയിൽ ജോയിൻ ചെയ്തതും. RPGയുടെ പിന്നെ സീ ഫുഡ് മീറ്റ് ആൻഡ് പോൾട്രി ഡിവിഷൻ്റെ നാഷണൽ ഹെഡായിട്ട് ഒരു വർഷം നിന്ന് ഒരു മോർ ദാൻ 300ഓളം ഔട്ട്ലെറ്റുകൾ ഇന്ത്യയിൽ നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഔട്ട്ലെറ്റ് ഇങ്ങനെ ഒരു സന്ദേശം അതെ കൊണ്ടുവന്നത് RPGയിലൂടെ തന്നെ. അതെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വർഷം തന്നെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ റിസൈൻ ചെയ്തിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അൻഷ്മാൻ ദത്ത് എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പ് തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇഫ്ട്ര എന്നുള്ളൊരു കൺസെപ്റ്റ് ദുബായിൽ 2008. അതിനു മുമ്പ് നമുക്ക് കൊല്ലത്തെ ചവറയിലേക്ക് കുറച്ച് നേരം പോകണം. കാരണം നമ്മളൊരു ബിസിനസ് മാനിലേക്ക് നമ്മളെ വളർത്തിയെടുത്തത്, നമ്മളെ മോൾഡ് ചെയ്തത്, ബിൽഡപ്പ് ചെയ്തത് ചവറയാണ്. ചവറയിലെ ആ ബാല്യകാലം. കാരണം അവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പാരൻസ്, റിലേറ്റീവ്സ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന നമ്മുടെ മാതാപിതാക്കളാണ്. പിതാവിന് എന്ത് ജോലിയാണ്? അച്ഛൻ പിന്നെ ഒരു സാധാരണ ഫാക്ടറി തൊഴിലാളിയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ചവറയിൽ തന്നെ ആയിരുന്നു. പക്ഷേ എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടു. അച്ഛൻ മരിച്ചുപോയി. അമ്മ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെ, ഗവൺമെൻറ് സ്കൂളിൽ തന്നെയായിരുന്നു അമ്മയും ടീച്ചറായിട്ടുണ്ടായിരുന്നത്. അതെ, ഞങ്ങൾ രണ്ടുപേരാണ്. ഞാൻ മൂത്ത ആള്, ഇളയാൾ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അച്ഛൻ ചെറുപ്പകാലത്ത് അച്ഛൻ നഷ്ടപ്പെട്ടതിന് ശേഷം അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി അമ്മ തന്നെ ചെയ്തത്. ഒരു ടീച്ചറായ അമ്മ, ആ അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ അവിടെ പഠിക്കാൻ കിട്ടുക, അവിടെ കുട്ടികളുടെ ഇടയിലൊക്കെ വളരെ ഒരു റെസ്പെക്റ്റബിൾ, അതിലുപരി നമുക്ക് പറയാം റോൾ മോഡൽ ആവണം. കാരണം ഒരു അധ്യാപകരുടെ മക്കൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ മാതൃകയാകേണ്ടതാണ്. അപ്പോൾ എത്രത്തോളം ആ സ്കൂളിൽ ഒരു മാതൃക, അതായത് ആ ഒരു ലൈഫ് കൊണ്ടുപോയി. തീർച്ചയായിട്ടും എനിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ജീവിത സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നന്നായിട്ട് പഠിക്കുക അല്ലാതെ വേറെ ഒരു നിവൃത്തിയും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നത്തെ നമ്മുടെ കേരളത്തിലെ പിന്നെ അവസ്ഥ അനുസരിച്ചിട്ട് ആയിരുന്നു ആ സമയത്ത്. പക്ഷേ ഏറ്റവും നന്നായിട്ട് പഠിച്ചാൽ നല്ല അവസരങ്ങളുള്ളൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴത്തെ പോലെയല്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ മെഡിസിൻ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നെ വളരെയധികം വിലയുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്നൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല മാർക്ക് വാങ്ങുക, പിന്നെ SSLCക്ക് മാക്സിമം മാർക്ക് വാങ്ങുക, +2 അല്ല പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുക, അതിനുശേഷം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ രംഗത്തേക്ക് വരിക. അങ്ങനെയൊക്കെയാണ് എഞ്ചിനീയറിംഗിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. അതേസമയം തന്നെ മെഡിക്കൽ എൻട്രൻസിലൂടെ അല്ലാതുള്ള പല കോഴ്സുകൾക്കും അഡ്മിഷൻ കിട്ടി. അവസാനം ഞാൻ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായൊരു തീരുമാനം ഞാൻ എടുത്തതെന്ന് വെച്ചാൽ, എഞ്ചിനീയറിംഗ് വിട്ടിട്ട് ഒരു കുറച്ച് മാസങ്ങളുടെ പഠനത്തിന് ശേഷം എഞ്ചിനീയറിംഗ് വിട്ടിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നിട്ട് ഫിഷറീസ് സയൻസിൻ്റെ ഡിഗ്രി എടുക്കാനായിട്ടാണ് നമ്മൾ തീരുമാനമെടുത്തത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു
കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിങ്ങിന് ഒരുപാട് ഗ്രാജുവേറ്റ്സ് കേരളത്തിൽ ഒരേ സമയം വരുന്നുണ്ട്. അതേസമയം ഫിഷറീസ് സയൻസ്, ഫോറസ്ട്രി സയൻസ് അങ്ങനെയുള്ള കുറച്ച് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളിൽ ഒരു വർഷം പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 10-15 ആയിരുന്നു അന്ന് അഡ്മിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു രംഗത്ത് അമ്മ കൂടെ എനിക്ക് പറയുമായിരുന്നു, നമ്മളിപ്പോൾ ഏത് രംഗം എടുക്കും എന്നുള്ളതല്ല, എടുക്കുന്ന രംഗത്തിൽ ഏറ്റവും നന്നാവുക എന്നുള്ളതാണ്. ശോഭിക്കുക അതിന് നമ്പർ 1 ആകുക. അതായിരുന്നു അമ്മ തന്ന ഏറ്റവും വലിയ അഡ്വൈസ്. എൻ്റെ ആ സമയത്തുള്ള അധ്യാപകരുടെയൊക്കെ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ് ഫിഷറി സയൻസിലേക്ക് ഡിഗ്രി എടുക്കാൻ പറ്റുന്നത്. എഞ്ചിനീയറിംഗ് വിട്ടിട്ടാണ് പോകുന്നത്. എഞ്ചിനീയറിംഗ് വിട്ടിട്ട് സാധാരണ എഞ്ചിനീയറിംഗ് കിട്ടാതെ വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് വേറെ ഏതെങ്കിലും സബ് നോക്കുന്നത്. പക്ഷേ എഞ്ചിനീയറിംഗ് കളഞ്ഞിട്ട് ഇതിലേക്ക് പോവുകയാണ്. ഞാൻ അന്ന് TC വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പലിനോട് പറഞ്ഞിരുന്നു, എഞ്ചിനീയറിംഗ് ആ സമയം എന്നുള്ള IT ഒക്കെ തുടങ്ങി വരുന്ന സമയമാണ്, ഒരുപാട് സാധ്യതകളുള്ള ഒരു സമയമാണ്. എന്തുകൊണ്ടാണ് ഈ ഫീൽഡ് വിട്ടിട്ട് ഫിഷറീസ് പോലെ അങ്ങനെ ആർക്കും അറിയാത്തൊരു ഫീൽഡിലേക്ക് പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വെച്ചാൽ ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു തീരുമാനം വളരെ അധികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദ് വേൾഡിലെ നമ്പർ 10 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മാനേജ്മെൻറ്റിൽ, MBA പഠനത്തിൽ. അതേപോലെ ഇന്ത്യയിലത്തെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അത് ഒരിക്കലും ചലഞ്ച് ചെയ്തിട്ടില്ലാത്ത എനിക്ക് തോന്നുന്നു IIM അഹമ്മദാബാദ് തുടങ്ങിയതിന് ശേഷം ഇതുവരെയും ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് IIM അഹമ്മദാബാദ് തന്നെയാണ്. അഡ്മിഷൻ കിട്ടാൻ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് IIM അഹമ്മദാബാദ്. IIM അഹമ്മദാബാദിൽ ഞാൻ ടെസ്റ്റൊക്കെ കവർ ചെയ്ത്, ഞാൻ പല അറ്റംപ്റ്റിന് ശേഷമാണ് ടെസ്റ്റ് ഒരു ഇൻ്റർവ്യൂ സമയത്ത് എത്തുന്നത്. ഇൻ്റർവ്യൂ സമയത്ത് എത്തുമ്പോഴത്തേക്കും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഞാനൊരു എഞ്ചിനീയർ അല്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ബാക്കിയുള്ള കോമ്പറ്റീഷനിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു 90% എഞ്ചിനീയറാണ്, IIT അല്ലെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന എഞ്ചിനീയേഴ്സാണ്. പക്ഷേ ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചോളം ക്ലാസ്സിൽ ഡൈവേഴ്സിറ്റി വളരെ പ്രധാനമാണ്. എല്ലാം എഞ്ചിനീയർ ആകാൻ പാടില്ല. കാരണം നമ്മൾ ക്ലാസ് ഡിസ്കഷനിൽ വരുന്ന സമയത്ത് പല രീതിയിലുള്ള ഒപ്പീനിയൻസ് വരുന്നതിന് അവർക്ക് നന്നായിരിക്കും, ക്ലാസ് ഡിസ്കഷൻ നന്നായിരിക്കും. IIM എന്നൊക്കെ പറഞ്ഞാൽ ഒരു 40% മാർക്കും ക്ലാസ് ഡിസ്കഷനും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ, അപ്പോൾ പല രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഒരാൾ, വളരെ വ്യത്യസ്തമായ ഒരു ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാൾ, ഫുഡ് സെക്ടറിൽ നിന്ന് വരുന്ന ഒരാൾ. അപ്പോൾ ആ ലാസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിൽ വന്നപ്പോഴത്തേക്ക് അങ്ങനെ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ എളുപ്പമായിരുന്നു എനിക്ക് മുമ്പോട്ട് പോകുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു പ്രൊഫൈൽ വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഇഫ്ട്ര എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, IFTRA. എന്തായിരുന്നു അതിൻ്റെ മുഴുവൻ? നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ നമുക്കറിയാം ഇത് പല രാജ്യങ്ങൾ നമ്മൾ ബിസിനസ് ചെയ്യണം. ഞങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിസോഴ്സിനെ, വളരെ യുണീക്കായിട്ടുള്ള റിസോഴ്സിനെ ബേസ് ചെയ്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മളൊരു പുതിയ കാര്യമാണ് നോക്കുന്നത്, ഒരു റിസോഴ്സിനെയാണ് നോക്കുക. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്കിപ്പോൾ ഒരു ഫാക്ടറി ഉണ്ട്, ഉഗാണ്ടയിലൊരു ഫാക്ടറി ഉണ്ട്, കമ്പാല എന്ന് പറയുന്ന ഉഗാണ്ടയുടെ ക്യാപിറ്റൽ ഒരു ഫാക്ടറി ഉണ്ട്. അവിടെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ലേക്ക് വിക്ടോറിയ എന്ന് പറഞ്ഞൊരു ഫ്രഷ് വാട്ടർ ലേക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ലേക്കുകളിലൊന്നാണ് ലേക്ക് വിക്ടോറിയ. ഈ ലേക്ക് വിക്ടോറിയയിൽ നൈൽ പെർച്ച് എന്ന് പറഞ്ഞൊരു ഫിഷുണ്ട്. ഈ ഫിഷ് ഇവിടെ മാത്രമേ ഉള്ളൂ കമേഴ്ഷ്യലായിട്ട് ഉള്ളത്, അവിടെ മാത്രമേ ഉള്ളൂ. ഈ 3 രാജ്യങ്ങൾ, ഉഗാണ്ട, കെനിയ, ടാൻസാനിയ രാജ്യങ്ങളിലെല്ലാം അവർ 3 ഷെയർ ചെയ്തിട്ടാണ് ഈ ലേക്കുള്ളത്. ഈ ഒരു ലേക്കിൽ മാത്രമാണ് ഈ ഒരു ഫിഷ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ചെയ്തത് അവിടെ ഒരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ ഞങ്ങളെ അട്രാക്റ്റ് ചെയ്തത് ഇതിനെ അവിടെ നിന്ന് മാർക്കറ്റ് വരെ എത്തിക്കാനായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ചെയിൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അപ്പോൾ അവിടെ ചെല്ലുന്നു. ആദ്യം ഞങ്ങളൊരു ഫാക്ടറി ലീസിനെടുത്തിട്ട് പ്രൊഡക്ഷൻ തുടങ്ങുന്നു. പിന്നീട് സ്വന്തമായിട്ടൊരു ഫാക്ടറി വാങ്ങുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രേഡിങ്ങിലൂടെ വേറെയുള്ള ആൾക്കാർക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് തുടങ്ങുന്നു. പിന്നീട് ഇവിടെ കാർഫൂറുമായിട്ട് ടൈപ്പ് ആവുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ലേക്കിൽ നിന്ന് കാർഫൂറിലെ ഷെൽഫ് വരെയും ഈ ഒരു പ്രോഡക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഒരു ശൃംഖല എത്തിക്കാനായിട്ട് വളരെ സേഫായിട്ട് എത്തിക്കാൻ പറ്റും. ഇന്ന് 11 രാജ്യങ്ങളിലായി ഇഫ്ട്ര കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അതെ, ഏതെല്ലാം രാജ്യങ്ങളിലാണ്? ഇതിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻസ് ഉള്ളത് ആഫ്രിക്കയിൽ ഉഗാണ്ട, ടാൻസാനിയ, പിന്നെ മൊസാംബിക്ക്, ഈജിപ്റ്റ്. ഇതാണ് നമ്മുടെ ആഫ്രിക്കയിലത്തെ പ്രസൻസ്. പിന്നെ ദുബായിൽ നമുക്ക് വലിയൊരു ഓപ്പറേഷൻ ഉണ്ട്. ഇന്ത്യയിൽ നമുക്കൊരു ഫാക്ടറി ഉണ്ട്. പിന്നെ ജപ്പാനിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുകയും ജാപ്പനീസ് ഷെയർ ഹോൾഡേഴ്സും നമുക്കുണ്ട്. ചൈനയിൽ നമുക്ക് വലിയൊരു ആക്ടിവിറ്റി ഉണ്ട്. ചൈനയിൽ നമ്മൾ സോഴ്സിംഗ് ആണ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ സോഴ്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്.
വിയറ്റ്നാമിൽ നമുക്കൊരു ഓഫീസുണ്ട്. അവിടെ നിന്നും നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത്. കോൺട്രാക്ട് പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ടാണ്. അല്ല, ട്രേഡിംഗ് മാത്രമല്ല, കോൺട്രാക്ട് പ്രോസസ്സിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. അവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു യൂണിറ്റ് ഇല്ല. പക്ഷേ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒരു ഫാക്ടറിയിൽ അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ നമ്മുടെ തന്നെ സൂപ്പർവിഷനിലാണ് അവിടെ ചെയ്തെടുക്കുന്നത്. അത് ടോട്ടലി ഇവിടെ നമ്മൾ സീ ഫുഡ് ഇൻഡസ്ട്രി, സീ ഫുഡിലും നമ്മൾ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ അതിലും നോക്കുന്നുണ്ട്. മീറ്റ് ആൻഡ് പൗൾട്രി, ഇതാണ് നമ്മൾ മെയിനായിട്ട് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വാളിറ്റി. എല്ലാ രംഗത്തും ക്വാളിറ്റി അത്യാവശ്യമാണ്. നമ്മൾ ഏത് കാര്യം എടുത്താലും. പക്ഷേ എസ്പെഷ്യലി ഫുഡ് ഇൻഡസ്ട്രി അത് ക്വാളിറ്റി ഇല്ലാതെ ഒരിടത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇഫ്റ്റ അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കും? വളരെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇഫ്റ്റയുടെ മാനേജ്മെൻറ്റ് ടീമിൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റാഫ് നമുക്കുണ്ട്. ഇപ്പോൾ ഓരോ സെക്ടറും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ആ രംഗത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ നമ്മൾ എടുക്കുന്നു. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള പിന്നെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പിന്നെ HACCP എന്ന് പറയുന്നൊരു സ്റ്റാൻഡേർഡാണ് നമ്മൾ നമ്മുടെ എല്ലാ കമ്പനികളിലും ഫോളോ ചെയ്യുന്നത്. പിന്നെ അത് വളരെ നാസ ഡെവലപ്പ് ചെയ്തൊരു സ്റ്റാൻഡേർഡാണ്. അതുപോലെ ISO സർട്ടിഫിക്കേഷൻസ്. അപ്പോൾ നമ്മളങ്ങനെ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ എടുക്കുന്നു, രണ്ടാമത് ട്രെയിൻ ചെയ്യുന്നു, മൂന്നാമത് നമ്മൾ സർട്ടിഫിക്കേഷന് വേണ്ടി പോകുന്നു. അത് വെച്ചിട്ട് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും അത്രയും കെയർഫുള്ളായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇഫ്റ്റയുടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ആ എംപ്ലോയീസിൻ്റെ ഒരു വലിയ സപ്പോർട്ട് തീർച്ചയായിട്ടും കമ്പനിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസാണ്. അതെ, ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പം അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ടൊരു ഡെവലപ്മെൻറ്റ്സിന് സാധിക്കും. ഇന്നൊരു മറ്റൊരു ബിസിനസ് രംഗത്തേക്ക് താങ്കൾ നിൽക്കുന്നു, കാരണം മെഡിക്കൽ ഇൻഡസ്ട്രി. കാരണം ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സാധ്യത UAE എസ്പെഷ്യലി നമുക്ക് നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് ആൻഡ് എസ്പെഷ്യലി ദുബായ്. കാരണം ഒരു കോസ്റ്റ്ലിയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സാധാരണക്കാർക്ക് ഒരിക്കലും അഫോർഡബിൾ ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഒരു അസുഖം വരുന്നതാണ്. അപ്പോൾ മെഡിക്കൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ സെൻറ്റർ, അതാണ് അമല ഹോൾഡിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സിംഗിൾ പാർട്ണർഷിപ്പിലൂടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അമല മെഡിക്കൽ സെൻറ്റർ എന്ന് അൽക്കൂർ ഷോപ്പിംഗ് മാളിലുണ്ട്. അത് ഏത് വർഷമാണ് തുടങ്ങിയത്? അത് നമ്മൾ കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത്, 2013. പക്ഷെ അത് നമ്മൾ പിന്നെ പുതിയ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് UAE അടുത്ത എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പല സെക്ടർ നമ്മൾ പഠിച്ചിട്ടാണ് മെഡിക്കൽ സെക്ടർ നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് നമുക്ക് ബിസിനസ്സുകൾ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2-3 ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് ഈ മെഡിക്കൽ സെക്ടർ എനിക്ക് നല്ലൊരു ബിസിനസ് സെക്ടറാണെന്ന് തോന്നിയ സമയത്ത് പല MBA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സ്റ്റുഡൻസിന് ഓരോ വർഷവും ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളെ സമീപിക്കാറുണ്ട്. അവർക്ക് ഒരു വർഷത്തിൽ 1 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാസം വരെ അവർക്കൊരു പ്രോജക്റ്റ് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ട അവസ്ഥയുണ്ടാകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം 2013 ഞാൻ ഇർമയിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദ്, നമ്മുടെ അമുലിൻ്റെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടുത്തെ സ്റ്റുഡൻസിന് ഞാനൊരു പ്രോജക്റ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുള്ള ഒരു സെക്ടറാണ് മെഡിക്കൽ സെക്ടർ. പക്ഷേ എനിക്ക് വളരെ ഡെപ്തിൽ അത് പഠിച്ച് എങ്ങനെയാണ് ഇപ്പോൾ ഇൻഡസ്ട്രി നിൽക്കുന്നത്, എന്താണ് ഇൻഡസ്ട്രി ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഈ സംശയങ്ങളെല്ലാം കൂടെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ നിന്നുള്ള കുറേ സ്റ്റുഡൻസിന്, ഒരു 3 സ്റ്റുഡൻസിന് പ്രോജക്റ്റ് കൊടുത്തു. ഞാൻ ഈ പ്രോജക്റ്റ് കൊടുത്തു. അപ്പോൾ അവരോടൊപ്പം ഞാനും വർക്ക് ചെയ്തെങ്കിലും ഞങ്ങളൊരു 2 മാസം വളരെ ക്ലിയർ ആയിട്ട് ഈ ഇൻഡസ്ട്രി സെക്ടറിനെ പഠിച്ചിട്ട് അവരെനിക്ക് തന്ന ഇൻപുട്ടിൻ്റെ ബേസിലാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി മെഡിക്കൽ സെക്ടറിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുത്ത കുട്ടി തന്നെ ഇപ്പോൾ ഈ മാസം പുള്ളി എൻ്റെ ഒപ്പം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ഞങ്ങളൊപ്പം തിരിച്ച് അവർ തന്നെ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ടർ കുറച്ച് വർഷത്തേക്ക് എന്തായാലും വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സെക്ടറാണ്. അതിനേക്കാൾ കൂടുതൽ എന്നെ ആകർഷിച്ചത് ആ സെക്ടറിലെന്ന് വെച്ചാൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പിന്നെ പ്രോഫിറ്റബിലിറ്റിയും എല്ലാം കാണാൻ പറ്റുന്നൊരു സെക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് ഇക്വിറ്റി പോലുള്ള മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിന് വരാൻ താല്പര്യമുള്ളൊരു ഫീൽഡാണ്. പിന്നെ എൻ്റെ മുമ്പേ ഈ ബിസിനസ്സിൽ വന്ന പലരും വളരെ സക്സസ്ഫുള്ളായിട്ട് പ്രൈവറ്റ് ഇക്വിറ്റിയും ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിനെയും കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും, അപ്പോൾ ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ആ വാല്യുവേഷൻ, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അത് വാല്യൂ ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് എല്ലാം ചെയ്തിട്ടുള്ളൊരു സെക്ടറാണ് ഈ മെഡിക്കൽ സെക്ടർ. അപ്പോൾ അതുകൊണ്ട് മുമ്പോട്ട് ഇറങ്ങാനായിട്ട് വളരെ ഈസിയാണ്. അമല മെഡിക്കൽ സെൻറ്ററിൻ്റെ
എന്ത് സ്പെഷ്യാലിറ്റിയാണ്? കാരണം നമുക്കൊരു എല്ലാത്തിനും വ്യത്യസ്ത പുലർത്തുന്ന ഒരാളാണ്. ഏത് ബിസിനസ് രംഗത്തായിരുന്നു, ഏത് മേഖലയിലായിരുന്നു. അപ്പോൾ സാധാരണ മെഡിക്കൽ സെൻ്ററിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട് UAE-യിൽ. കാരണം ടൈറ്റ് കോമ്പറ്റീഷനാണ് മെഡിക്കൽ ആതുര സേവന രംഗത്ത്, എസ്പെഷ്യലി മെഡിക്കൽ സെൻ്ററിൽ. അപ്പോൾ എന്ത് ഒരു സ്പെഷ്യാലിറ്റി എന്തായാലും താങ്കളുടെ ഉണ്ടാവും അമല മെഡിക്കൽ സെൻ്ററിൽ? അമലെ എങ്ങനെ വ്യത്യസ്തമാക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെ ഒരു പ്രിവെൻറ്റീവ് കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ക്ലിനിക് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. സാധാരണ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖം വരാതെ നമ്മളാരും ക്ലിനിക്കിൽ പോവില്ല. പക്ഷേ ഞാനത് പഠിച്ചു വരുമ്പോൾ ഓരോ ക്ലിനിക്കിനും ഒരു മിനിമം 20,000-25,000 പേഷ്യൻസുമായിട്ട് ബന്ധമുണ്ട് ഓരോ ക്ലിനിക്കും. നമ്മുടെ UAE സംബന്ധിച്ചിടത്തോളം നാട്ടിലെ പോലെയല്ല, എല്ലാവർക്കും ജോലിയും എല്ലാവർക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെ സാധിക്കുന്നൊരു പോപ്പുലേഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്, നമ്മുടെ എക്സ്പെക്ട് പോപ്പുലേഷൻ. അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് ഏറ്റവും വലിയ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും നമ്മൾ സംസാരിക്കുന്ന ഓരോരുത്തർക്കും കൊളസ്ട്രോളിനെ കുറിച്ച് പേടിയുണ്ട്, ഡയബറ്റീസിനെ കുറിച്ച് പേടിയുണ്ട്, എക്സസൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു അങ്കലാപ്പുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ ഒരു ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ അസുഖം വരുമ്പോൾ പോകുക എന്നുള്ളതിനെക്കാട്ടിൽ കൂടുതൽ ഇതിനെ പ്രിവെൻറ്റീവായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കും അമല ഇനിയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ എടുത്ത ഒരു മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള കുറച്ച് ഡോക്ടേഴ്സുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൺസെപ്റ്റ്. അപ്പോൾ അതിൽ കുറച്ച് പേര് അമലയുടെ ബോർഡിൽ ജോയിൻ ചെയ്യും. ഇപ്പോഴത്തെ അമല മെഡിക്കൽ സെൻ്ററിൽ അൽക്കോറിലെ ഷോപ്പിംഗ് മോളിലുള്ള അവിടെ മിസ്സിസ് ആണ്. അതെ, മിസ്സിസ് ഡോക്ടറാണ്. അതെ. എവിടെയായിരുന്നു നേരത്തെ? ആശ. ഞങ്ങൾ ഡോക്ടർ ആശ പ്രമാശ എന്നാണ് പേര്. ആശ ആഫ്രിക്കയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ആഫ്രിക്കയിൽ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്, പരിചയമാണ്. അതെ, പക്ഷേ കൊല്ലത്ത് തന്നെയാണ് ഞങ്ങൾ. അതെ, ലവ് മാരേജ് ആയിരുന്നു. അതെ. അത് കഴിഞ്ഞിട്ട് ആശ ഞാൻ നാട്ടിൽ പഠിക്കുന്ന സമയത്ത് അപ്പോളോ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ സ്പെൻസറിലുണ്ടായിരുന്ന സമയത്ത് അപ്പോളോ കൽക്കട്ടയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ മറ്റൊരു ക്ലിനിക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിസിനസ് തുടങ്ങിയ സമയത്ത് അതിലേക്ക് പൂർണ്ണമായിട്ടും മാറി. നമ്മുടെ ആദ്യത്തെ ക്ലിനിക്കിൽ ഇപ്പോൾ മെഡിക്കൽ ഡയറക്ടറായിട്ടാണ് ആശ വർക്ക് ചെയ്യുന്നത്. നമ്മൾ രണ്ടാമത്തെ ക്ലിനിക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബർദുബയിലാണ്. എത്ര കുട്ടികളാണ്? 2 കുട്ടികൾ. മൂത്തയാൾ ഇപ്പോൾ മൂത്തയാൾക്ക് 11 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 7 വയസ്സ്. പേര്? ഹരികൃഷ്ണനും ജയകൃഷ്ണനും. ഹരികൃഷ്ണൻ ആൻഡ് ജയകൃഷ്ണൻ. അപ്പോൾ ഇഫ്ട്ര എന്ന കമ്പനിയെ വേൾഡ് നമ്പർ 1 ആക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ്. അതെ. ഇപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷമാണ്. നമ്മൾ ഒന്നും പരാതി പറയാനില്ല. നമ്മൾ തുടങ്ങിയത് എവിടെയെന്ന് നോക്കുമ്പോഴും എവിടെ എത്തിയെന്ന് ആലോചിക്കുമ്പോഴും സന്തോഷം തന്നെ. നന്ദി ആരോടാണ്? ദൈവത്തിനോട്, മാതാപിതാക്കളോട്, എല്ലാവരോടെയും. ഇനി ഒരു ഇഫ്ട്രയുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്? പുതിയ അവസരങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പുതിയ പ്രോഡക്റ്റ്, പുതിയ കാര്യങ്ങൾ, പുതിയ മാർക്കറ്റ്, അങ്ങനെ പുതിയ അവസരങ്ങൾ നോക്കുന്നു. വളരെ സൂക്ഷിച്ച് മുമ്പോട്ട് പോകുള്ളൂ. അപ്പോൾ ഓരോ സമയത്തും നമ്മളൊരു പുതിയ അവസരം കാണുമ്പോൾ അതിനെ എടുക്കുക, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. മുന്നോട്ട് പോകുക. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. ഒരുപാട് അവയർനെസ് ആണ് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചത്. ബിസിനസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അതിന് ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിൽ ഒരുപാട് നന്ദി. ഇനി മുന്നോട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇഫ്ട്ര എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. താങ്ക് യു.